ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പ് നോക്കി നമ്മൾ ഈശോയെപ്പോലെ ആർദ്രമായ സ്നേഹം ചുരിയുന്ന വ്യക്തികളായി തീരുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഒരു വലിയ യാത്രയിലാണ് നമ്മൾ. നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചറിഞ്ഞ് അറിഞ്ഞ സ്നേഹം മറ്റുള്ളവർക്ക് നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെയും നമ്മുടെ സംസാരങ്ങളിലൂടെയും ഒക്കെ നൽകിക്കൊണ്ട് ഈശോയെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നല്ല വ്യക്തികളായി തീരുവാനുള്ള പരിശ്രമത്തിലേക്കുള്ള യാത്ര. ഈ യാത്രയിൽ നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നായ കാരുണ്യത്തിൻ്റെ ഗുണമാണ്. ഈ ഞായറാഴ്ചത്തെ വായനയിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അനുദിനം ഒത്തിരിയേറെ കരുണ ഏറ്റുവാങ്ങുന്ന നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തികളിലൂടെയും നമ്മുടെ സംസാരങ്ങളിലൂടെയുമൊക്കെ കരുണ നൽകുന്ന വ്യക്തികളായി തീരണമെന്ന്. ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലാണ്. കായേൻ ആബേലിനെ കൊന്ന ശേഷം ദൈവവുമായി സംഭാഷണം നടത്തുകയാണ്. ദൈവം ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണെന്നൊക്കെ പറഞ്ഞ് അല്പം പരിഭവത്തോടുകൂടി ദൈവത്തോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഉരുകുന്ന മനസ്സോടെ പശ്ചാത്താപത്തോടെ ദൈവത്തോട് കായേൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥന കേട്ട് അവനോട് കരുണ കാണിച്ച് അവനെ അനുഗ്രഹിച്ച് ദൈവം മടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ തിന്മ ചെയ്തവനായാലും തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൻ്റെ മുമ്പിൽ കരുണ യാചിച്ച് നിന്നു കഴിഞ്ഞാൽ ഒരു മകനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ അതേ സ്നേഹത്തോടെ ദൈവം നമ്മളെ സ്നേഹിക്കുമെന്നും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ നൽകുമെന്നും ഈ വായന നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി നാം ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവൻ്റെ കരുണ യാചിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിൽക്കുവാനും അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത്തെ വായന സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വായനയാണ്. തൻ്റെ ശത്രുവായിരുന്ന സാവൂൾ രാജാവിനെ വധിക്കുവാൻ തക്കമടുത്ത് കിട്ടിയിട്ടും അവൻ കർത്താവിൻ്റെ അഭിഷിക്തനായതുകൊണ്ട് അവനെ വധിക്കാതെ അവനെ വെറുതെ വിടുന്ന, അവനോട് കരുണ കാണിക്കുന്ന ദാവീദ് രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് രാജാവിനെ പോലെ മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. ലേഖനഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനമാണ്. അവിടെ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് മിശിഹായാണ് യഥാർത്ഥ വെളിച്ചം. യഥാർത്ഥ വെളിച്ചമാകുന്ന മിശിഹായെ അനുകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചത്തെ സ്വീകരിക്കുവാനും ആ സ്വീകരിക്കുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമ്മൾ തയ്യാറാകണമെന്നാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ആ പാപത്തിനെല്ലാം മോചനം നൽകുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പാപത്തിൽ നിന്നൊഴിഞ്ഞു മാറി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ശ്ലീഹ നമ്മെ ക്ഷണിക്കുകയാണ്. നോമ്പിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തരാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ ഭാഗം നമുക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും പുതിയ രൂപങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈശോയെ പരീക്ഷിക്കുവാനായിട്ട്, അവനിൽ പുതിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് യഹൂദ പ്രമാണികൾ അവൻ്റെ അടുത്ത് വരികയാണ്. വരുന്നത് വെറുതെയല്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൂടി ഈശോയുടെ മുമ്പിൽ ഓടിച്ചു കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, മോശയുടെ നിയമം അനുസരിച്ച് ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. എന്താണ് നിൻ്റെ അഭിപ്രായം? ഈശോയെ കുടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം ഈശോ മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ വധിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ഉടനെ ചെയ്യുന്നത് റോമ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരായിട്ട് ഒരാളെ കൊല്ലുവാൻ വിധിക്കുകയാണ്.
ഇനി മോശയുടെ നിയമത്തിന് എതിരായിട്ട് ഇവളെ കൊല്ലണ്ട, വെറുതെ വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ദൈവത്തെയും മോശയുടെ നിയമത്തെയും ഒന്നും അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈശോ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ കുനിഞ്ഞിരുന്ന് നിലത്തെന്തോ എഴുതുന്നു എന്നാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും ഈശോയോട് ആവർത്തിച്ച് അവർ ചോദിക്കുമ്പോൾ വളരെ തന്ത്രപൂർവമായ രീതിയിൽ ഈശോ ഒരു മറുപടി പറയുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് 2 തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ഒന്ന്, ഈശോയെ പോലെ മുമ്പിലിരിക്കുന്ന ആളെ കുറ്റം വിധിക്കാതെ അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരവസരം കൂടി നൽകുവാനായിട്ട് ഈശോ തയ്യാറാകുകയാണ്. നമുക്കും മറ്റുള്ളവരെ വിധിക്കാതെ ഒരവസരം കൂടി അവർക്ക് നൽകിക്കൊണ്ട് ജീവിതത്തിൽ നന്നാകുവാനുള്ള ഒരവസരം നമുക്ക് തുറന്നു കൊടുക്കാം. ഈശോയുടെ ഒരു വാക്കിൽ ചിലപ്പോൾ അവൾ കൊല്ലപ്പെട്ടു പോയേനെ, പക്ഷേ തന്ത്രപൂർവമായ ഈശോയുടെ മറുപടി കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ അവൾക്കൊരവസരം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഹൂദ പ്രമാണികൾ ഒരാളുടെ കുറ്റം ആരോപിച്ചുകൊണ്ട് അവളെ അവിടെ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈശോയിൽ കുറ്റം കണ്ടെത്തുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. നമ്മളും പലപ്പോഴും ഇങ്ങനെയല്ലേ? മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുവാനും മറ്റുള്ളവരെ വിധിക്കുവാനും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഏറ്റവും ഷാർപ്പാക്കി നമ്മൾ വയ്ക്കാറുണ്ട്. എന്നാൽ ഈശോയെ പോലെ ക്ഷമിക്കുവാനായിട്ട്, കരുണ കാണിക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട് നമ്മൾ അവസരം നൽകുന്നുണ്ടോ? അവസാനം ഈശോ ആ പാപിനിയായ സ്ത്രീയോട് പറയുന്നുണ്ട്, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടുകൂടി പോകുക, മേലിൽ പാപം ചെയ്യരുതെന്ന്. പ്രിയപ്പെട്ടവരെ, ഓരോ കുമ്പസാരത്തിലും ഈശോ നമ്മളോട് തന്നെയാണ് പറയുന്നത്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തിന് പോകുക, മേലിൽ പാപം ചെയ്യരുതെന്ന്. ഈശോയുടെ ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം. ഈശോ നമ്മളെ വിധിക്കുന്നില്ല, പകരം നമുക്ക് വീണ്ടും അവസരം നൽകുകയാണ്. ലഭിക്കുന്ന അവസരം ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട്, പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ ആ സ്ത്രീയോട് കാരുണ്യം കാണിച്ചതുപോലെ നമ്മുടെ കാരുണ്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ആളുകളോടെല്ലാം കരുണ കാണിക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ നോമ്പിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോയെപ്പോലെ കരുണാർദ്രമായ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിൽ കൂടുതൽ സമയമായിരുന്നു കൊണ്ട്, വചനം വായിച്ച് പഠിച്ചുകൊണ്ട്, നമുക്ക് സാധിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് നോമ്പിൻ്റെ വരും ദിവസങ്ങളെ അനുഗ്രഹദായകമാക്കി നമുക്ക് മാറ്റാം. ഒപ്പം കരുണയുടെ വ്യക്തികളായി തീരുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.